ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു മിനി വ്ളോഗായിട്ട് അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇന്നലെ ഞാൻ പകുതി വരെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ അങ്ങ് അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ലെങ്ത് കുറഞ്ഞു പോയി എന്നൊന്നും പറഞ്ഞേക്കല്ലേ. എടുത്ത വീഡിയോ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിലിനി മറ്റൊരു ദിവസത്തെ വ്ളോഗും കൂടെ അപ്ലോഡ് ആക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ എടുത്ത വീഡിയോ അങ്ങ് അപ്ലോഡ് ആക്കുന്നത്. പാത്തുവിനെ സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ദിവസവും വിട്ടിട്ടില്ല. ജലദോഷവും ചെറിയ പനിയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ആളിന്. അതുപോലെ ഉമ്മാക്ക് കുറച്ച് ദിവസം കൊണ്ട് ശ്വാസം മുട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതായത് ശ്വാസം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, ഓക്സിജൻ്റെ അളവൊക്കെ ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, ഓക്സിജൻ്റെ അളവ് തന്നെ കുറയുമ്പോഴത്തേക്കും ഉള്ള അവസ്ഥ എന്തുമായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോകും, ഇഞ്ചക്ഷൻ എടുക്കും, വരും, ആവി പിടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മെനഞ്ഞാന്ന് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് കൂടി കേട്ടോ. നല്ലതുപോലെ അങ്ങ് കൂടി. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശ്വാസം മുട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിന് കഫക്കെട്ടും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ചെസ്റ്റിന് നല്ല ഇൻഫെക്ഷൻ ആയതാണ് സംഭവം കേട്ടോ. അപ്പോൾ രാത്രി കൂടി. അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. അതായത് ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ എടുത്തിട്ടുള്ള വീഡിയോ അവിടെ വെച്ചിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തത് കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊന്നും നമുക്ക് മുൻകൂട്ടി നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കിയായിരുന്നേ. അതൊക്കെ കഴിച്ചു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ചോറ് വെക്കാനുള്ള കലവും വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ചു. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മീനാണെങ്കിൽ കുഞ്ഞ് പാര ഉണ്ടായിരുന്നു. ഈ മീനുണ്ടല്ലോ, പീരയോ ചീരയോ അങ്ങനെ എന്തോ പേരാണ് കേട്ടോ. അപ്പം ആ മീൻ, അതുപോലെ കത്തിപ്പാര, ചെങ്കലവ, ചുമന്ന മീനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ മുളക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ ഒന്ന് താളിച്ച് തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി അത് കറിയാക്കാനായിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തു കേട്ടോ. മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കിയൊക്കെ വെച്ച് നേരെ പിന്നെ ഉമ്മായും കൊണ്ടങ്ങ് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 10 മണിയൊക്കെ ആവത്തുള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ 3 ദിവസത്തേക്ക് മരുന്ന്, അതിന് മുന്നേയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോയി വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. ചുമയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും, ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്, അപ്പോൾ ആവിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ലതുപോലെ ഇൻഫെക്ഷനായി. അതാണ് ഈ ശ്വാസം മുട്ട് കൂടിയത്. അപ്പോൾ എന്തായാലും പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ പോയി ആവിയൊക്കെ കൊടുത്തു. അപ്പോൾ നല്ല ക്ഷീണം, അതായത് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അപ്പോൾ ഈ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം എടുക്കും. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് കാരണം എന്ത് വെള്ളം കുടിച്ചാൽ പോലും അങ്ങനെ നിറകെ കയറി, അതുപോലെ തന്നെ ശ്വാസനാളത്തിലോട്ട് പോവാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ ചുമ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ട്. അപ്പം നല്ല ക്ഷീണമുണ്ട്. അപ്പം കൊണ്ട് കാണിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഡ്രിപ്പ് ഇടണമെന്ന്. ആവിയൊക്കെ കൊടുത്തു, പിന്നെ ഡ്രിപ്പ് ഇട്ട് കേട്ടോ. ഡ്രിപ്പ് ഇട്ട് ഓക്സിജൻ്റെ അളവൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നോർമലായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ രാവിലെ അങ്ങ് അഡ്മിറ്റ് ആക്കി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വിട്ടു കേട്ടോ. ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം നോർമലൊക്കെ ആയി, കുഴപ്പമില്ലാന്ന് കണ്ടപ്പോഴത്തേക്കും വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ കൂടെ കൊണ്ടാണ് കേട്ടോ ഞാൻ പോയത്. കാരണം അവൾക്കും പനിയാണ്. വീട്ടിൽ നിർത്തിയാലും നോക്കാനൊന്നും പിന്നെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവളെയും കൂടെ ഞാൻ കൊണ്ടുപോയി. ഇന്നിപ്പോൾ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നല്ല ജലദോഷം കുറയുന്നില്ല. അപ്പോൾ ഇന്നൊന്നും കൂടെ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നാളെ സ്കൂളിലാക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 10 മണിക്ക് പോയിട്ട് വൈകിട്ട് ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കുമാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നത്. അപ്പോൾ അതുവരെ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ലെങ്ത് കുറഞ്ഞു പോയെന്നൊന്നും പറയല്ലേ. വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് കരുതി വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.